പരമായി കോളുകൾ വരിക, ആളുകൾ കേസ് ചെയ്യാൻ എന്നെ കൊല്ലാൻ വരിക, ഇങ്ങനെയുള്ളതായ സംഗതികൾ മൂലം എനിക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു അനോണിമസ് കോളിൽ കൂടി പല ആളുകളും എന്നെ വിളിച്ചു. മാക്സിമം 200 കോടി രൂപ വരെ തരാമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, കാരണം എൻ്റെ ലക്ഷ്യം അതല്ല. ഇപ്പോൾ 2000 കോടി ആയാലും കൊടുക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് വിളിച്ച ആളുകളോട് വളരെ സ്പെസിഫിക്കായിട്ട് പറയുകയും അത് കൊടുത്തില്ല എങ്കിൽ പിന്നെ നേരിൽ കണ്ടോളാം, അല്ലെങ്കിൽ തട്ടിക്കളയും എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രോതാക്കൾ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. 37 ലക്ഷം രൂപ ക്യാഷായും ഒരു 8 ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്ക് ലോണായും കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എൻ്റെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയ കോളുകൾ വരിക, ഹിഡൻ നമ്പർ എന്നുള്ള രീതിയിൽ വരിക. അങ്ങനെ ജോർജ് ഒരു ഗവേഷകനാണ്. ജനങ്ങൾക്ക് നന്മയുണ്ടാകത്തക്കവണ്ണം ഒരു ഗവേഷണം നടത്തി വിജയിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് ജീവഹാനി ഉണ്ടാകും. നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ വിവിധ രാജ്യങ്ങളിൽ മാറി താമസിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു. അപ്പോൾ നമ്മൾ ജനങ്ങൾക്കും ഈ നാടിനും ഒരു ഉപകാരപ്രദമായ ഈ ഒരു കണ്ടുപിടുത്തത്തിന് ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം, അല്ലെ അധികാരികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഈ ഭീഷണിയുടെ മുഖത്ത് ഏത് സമയത്തും ജീവൻ അപകടപ്പെടാം എന്നുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഒരു കാർഷിക വിളയിൽ നിന്നും ബയോഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്തു. അത് സാധാരണ വാഹനം ഓടിക്കാമെന്ന് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനേക്കാളൊക്കെയും ഉപകാരപ്രദമായി വന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വന്ന സംഭവം. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ മാരകമായ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള മരുന്നായിരിക്കാം എന്ന് പറയപ്പെടുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. ആ വിഷയം പുറത്തു വന്നപ്പോഴാണ് എനിക്ക് നിരന്തരമായി കോളുകൾ വരിക, ആളുകൾ കേസ് ചെയ്യാൻ എന്നെ കൊല്ലാൻ വരിക, ഇങ്ങനെയുള്ളതായ സംഗതികൾ മൂലം എനിക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത. ഈ ഇന്ധനം കണ്ടുപിടിച്ചത് ഒരു കാർഷിക വിളയിൽ നിന്നാണ്. അതിൻ്റെ ബൈ പ്രോഡക്റ്റും ഇത്രയും ഉപകാരപ്രദമായ ഒരു ഔഷധമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ 20 വർഷമാണ് ചിലവഴിച്ചത്. ഏകദേശം 37 ലക്ഷം രൂപ ക്യാഷായും ഒരു 8 ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്ക് ലോണായും കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എൻ്റെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയ കോളുകൾ വരിക, ഹിഡൻ നമ്പർ എന്നുള്ള രീതിയിൽ വരിക, അങ്ങനെ ആളുകൾ ചേസ് ചെയ്യുക. അങ്ങനെ എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനിങ്ങനൊരു ഗവേഷണമൊക്കെ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഒളിവിൽ താമസിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പരിമിതമായ കോണ്ടാക്റ്റുകളിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഇന്ന് നമ്മൾ ഫിൽറ്റർ വാട്ടർ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇന്ധനം ഓരോരുത്തരും അവരുടെ വീട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ബൈ പ്രോഡക്റ്റായിട്ട് വരുന്ന സാധനം അനേകം പേരുടെ ജീവൻ രക്ഷിക്കുന്ന മരുന്നാണെങ്കിൽ അത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ സാധാരണക്കാരന് ലഭിക്കണം. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മാഫിയക്കാരോ അതുപോലുള്ള ആര് കടന്ന് കളിച്ചാലും ഇത് കാശിന് വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാധാരണക്കാരനായ ഇന്ത്യൻ പൗരന് ഇത് വില കുറച്ച് അഫോർഡബിളായിട്ടുള്ള രീതിയിൽ കിട്ടണം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ എന്നെ കൊല്ലാൻ ശ്രമിക്കും. അതിനെതിരെ ഞാൻ എൻ്റെ പരിമിതമായ അറിവിലും കോൺടാക്ട്സിലും ഒക്കെ പലരെയും കോൺടാക്ട് ചെയ്തു, ആരും അതിനകത്ത് ഇടപെടുന്നില്ല. അപ്പം നിങ്ങളെപ്പോലുള്ള സന്മനസ്സുള്ള വീഡിയോക്കാർ ഇതിന് ഒരു അനോണിമസ് കോൾ എനിക്ക് വന്നതിൽ 200 കോടി രൂപ വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് ഞാൻ തരത്തില്ല, 200 അല്ല 2000 കോടി ആയാലും ഞങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ എയിം അതല്ല. ഇപ്പോൾ കാശുണ്ടാക്കണമെങ്കിൽ എനിക്ക് ഇവിടെ വിദേശത്തു നിന്ന് ഇവിടെ വന്ന് 20 വർഷം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. സാധാരണക്കാരനും വേദന അനുഭവിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും അവൻ്റെ ബർത്ത് റൈറ്റാണിത്. ആ ബർത്ത് റൈറ്റ് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനത് വിൽക്കാൻ തയ്യാറല്ല. സാധാരണക്കാരനത് കൊടുക്കത്തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളോ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ഉണ്ടാക്കി തരുന്ന ശ്രോതാക്കളെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ധനം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നിങ്ങളുടെ വാഹനം ഓടിക്കാൻ ഉള്ള ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുകയും അത് പ്രായോഗികമാണെന്ന് തെളിയിക്കുകയും ചെയ്ത എനിക്ക് ഇന്ന് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ ഞാൻ ഇന്ന് മറ്റ് പല സ്ഥലങ്ങളിൽ ഒളിവിലാണ്. പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വന്ന ഒരു മരുന്നുണ്ട്.
അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ അപ്രൂവ് ചെയ്താൽ ഒരു പക്ഷേ ക്യാൻസർ ഉൾപ്പെടെയുള്ളതായ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള മരുന്നായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കണ്ടുപിടിച്ച എനിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കേൾവിക്കാരായ നിങ്ങൾ ഓരോരുത്തരും എനിക്കിവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. 1 ലക്ഷം രൂപയും ചിലവാക്കി ഞാൻ ഉണ്ടാക്കിയ സകല സംഭവങ്ങളും ഞാൻ താമസിച്ചിരുന്ന വീട്ടുകാർ നശിപ്പിച്ച് കളഞ്ഞു. ബാങ്കുകാർക്ക് കാശ് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരു മിസറബിൾ സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. അതിൽ കൂടുതൽ ഇപ്പോൾ ജീവഹാനി ഉണ്ടാകുമെന്നുള്ളതായ ഭീഷണി കോളുകളാണ്. നമ്പർ ഡിസ്പ്ലേ ചെയ്യാതെ വരും, ഇടൻ നമ്പർ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എനിക്ക് ജീവിക്കാനുള്ളതായ സാഹചര്യം പ്രിയ ശ്രോതാക്കൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് തന്നെ വിലമതിക്കത്തക്കതായ ഒരു ഉൽപ്പന്നം. ഓരോ മനുഷ്യനും ഓരോ കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ് അത് സമൂഹത്തിന് കൂടി പ്രയോജനം ചെയ്യുന്നത്. ഏകദേശം 11 വർഷമായി എനിക്ക് ഇദ്ദേഹവുമായി വളരെയേറെ അടുപ്പമുള്ള വ്യക്തിത്വമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു 65% ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടി മാറ്റിവെച്ച് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സമൂഹത്തിന് മീൻസ് സാധാരണക്കാർക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. മാത്രവുമല്ല, ഇതിൻ്റെ പേരിൽ മാനസികമായും കുടുംബസംബന്ധമായും ശാരീരിക പീഡനവും അവസാനം നാട്ടിൽ നിന്ന് ഒളിച്ചോടി മാറി താമസിക്കേണ്ട അവസ്ഥയുമാണ് ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. ജീവിതം പൂർണ്ണമായി തകർന്നു എന്ന അവസ്ഥ മനസ്സിലാക്കേണ്ട സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ എനിക്ക് എന്നോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ആവശ്യകത വന്നത്. ഇന്ന് കർമ്മേൽ സ്നേഹനിലയത്തിൻ്റെ ഒരു നല്ല സാരഥിയായി പ്രിയപ്പെട്ട തോമസ് ജോർജ് നിലകൊള്ളുന്നു. അത് എനിക്ക് പ്രയോജനപ്പെടുന്നതിനേക്കാൾ കൂടുതലായി സാധാരണക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അദ്ദേഹത്തെ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തകൾ സമൂഹത്തിന് ഗുണകരമായി വരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ, കേട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഈ പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പുറം ലോകത്തെ അറിയിക്കുവാനായിട്ട് വ്യഗ്രതപ്പെട്ട് ഇവിടെ വന്നത്. നിങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ സ്നേഹവും സ്വാഗതവും ദൈവനാമത്തിൽ ആശംസിക്കുന്നു. നന്ദി.